എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു 4 മണി പലഹാരം തയ്യാറാക്കാം. അരി അരച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് പച്ചരി കൊണ്ടാണ്. 2 കപ്പ് അരി നല്ലതായിട്ട് കഴുകിയതിന് ശേഷം 3 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. അതിലെ വെള്ളം എല്ലാം ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കുണ്ടല്ലോ ഒരു മിക്സറുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അരി മിക്സറുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അരി നമ്മൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. മിക്സിയുടെ ജാറിലോട്ട് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ലൂസായിട്ടുള്ളൊരു മാവ് വേണം റെഡിയാക്കിയെടുക്കാൻ. വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കണം. ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ശർക്കരയെല്ലാം നല്ലതായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇത് ചൂടോടുകൂടി നമുക്ക് അരിമാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതേ ചൂടോടുകൂടി തന്നെ വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണേ. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണിത് കേട്ടോ. 2 നുള്ളു ഉപ്പ് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. 2 നുള്ളു ഉപ്പ് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അത് ചേർക്കുന്ന സമയത്ത് ക്യാമറ ഓഫായിപ്പോയി, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവ് വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. സ്റ്റവ് കത്തിച്ചത് ഇതുപോലെ ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്ക്ക് പകരം നമുക്ക് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നെയ്യാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലോട്ട് 1 തവി മാവ് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ മീഡിയത്തിലാണ് കിടക്കുന്നത്. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് 3 മിനിറ്റോളം ഒന്ന് വേവിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചീനിച്ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതാ നമ്മുടെ ഈ പലഹാരം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവെല്ലാം ഒഴിച്ചു കൊടുത്തൊന്ന് ചുട്ടെടുക്കാം. എല്ലാ പലഹാരവും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അരി അരച്ച് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.